2026 വർഷഫലം. ഇനി ഉത്തര നക്ഷത്രത്തിന്റെ കാൽഭാഗമാണ് ചിങ്ങത്തിലും മുക്കാൽ ഭാഗം കന്നിയിലും വരുന്ന നക്ഷത്രമാണ്. അപ്പൊ കാൽഭാഗം നിൽക്കുന്ന ആൾക്കാർക്ക് 11 വ്യാഴം 12 മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കന്നി രാശിയിൽ പെടുന്ന ഉത്തര നക്ഷത്രക്കാർക്ക് 10 വ്യാഴം 11 വരുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഉത്തര നക്ഷത്രമാണെങ്കിലും ചിങ്ങക്കൂറിലും വരുന്നതും കന്നിക്കൂറിലും വരുന്നവർക്കും രണ്ട് തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതൊന്ന് വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോവാം. കന്നിയിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 11 വ്യാഴം ഉച്ചസ്ഥനായ വ്യാഴം കർക്കിടകത്തിലെ ഏറ്റവും നല്ല ഭാവത്തിലിരിക്കുന്ന വ്യാഴാണ് വരുന്നത്. അപ്പോൾ ലാഭസ്ഥാനാണ്. പിന്നെ 7ാം ഭാവത്തിൽ അവർക്ക് ശനി ഉണ്ടെങ്കിലും ആ ശനി നിൽക്കുന്ന ഭാവം വ്യാഴന്റെ ക്ഷേത്രമാണ്. അപ്പൊ സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ ഇത്തിരി കൂടുതലായിട്ട് നമ്മളൊരു ചിട്ടി കൂടുന്നതോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ പെടുന്നവർക്കൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കന്നി രാശിയിലിരിക്കുന്നവർക്ക് 12 കേതുവാണ്. 12 കേതു വരുമ്പോൾ നമുക്ക് വ്യയം ധാരാളം, ചെലവുകൾ ധാരാളം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉത്തര നക്ഷത്രക്കാരെ കന്നിക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ജൂൺ മാസം കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം നോക്കുക. ശനി കണ്ടകനായിട്ടുണ്ടെങ്കിലും ശനി നല്ലതാണ്. അവിടെ 7ലെ ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്. തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അതിലേക്ക് മുൻകേറി പോകാനായിട്ട് ഇവർക്ക് സാധിക്കും. ചിത്രത്തിന്റെ 1ാം ഭാഗത്തിൽ പെടുന്നവരെ സംബന്ധിച്ച് അവർക്ക് 12 വ്യാഴം വരും. വിഷ്ണു ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക. കർമ്മസംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ വേറെ ബിസിനസ് എന്തിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ദശാകാലവും അന്തർദശകളൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്.